ഹായ്, നമ്മുടെ ബീഫ് ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ബീഫ് അൺബോക്സിംഗ് ആണ്. കടയിൽ വാങ്ങിച്ചു നമ്മൾ. ആഹാ, നല്ല കറി കട്ടീസാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല അല്ലേ? എത്ര രൂപയാണ്? 1.5 കിലോയ്ക്ക് 540 രൂപ. 1.5 കിലോ 540 രൂപ. ഇനി എന്താ ചെയ്യാൻ വേണം? ബിരിയാണി ഉണ്ടാക്കണ്ടോ? സെറ്റ് ചെയ്യാൻ എന്തെങ്കിലും. അപ്പോൾ നമ്മളിന്ന് നല്ല ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ എന്തായി വരുമെന്ന് അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. നല്ല കിടിലൻ ബീഫൊക്കെ നമ്മൾ ഓൺലൈനിലാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഇന്ന് ഇവിടെ ഒരു പുതിയ ഒരു ടീം ഓൺലൈനിൽ ചാലക്കുടിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്കൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നിന്നാണ് ഇപ്പോൾ ബീഫൊക്കെ വാങ്ങിച്ചേക്കുന്നത്. നല്ല കറി കട്ടിങ് എന്നാണ് അവർ പറഞ്ഞത്. കറി വയ്ക്കാൻ പാകത്തിനുള്ള കട്ടിങ് പീസുകളൊക്കെയാണ് ചെയ്ത് വെക്കുന്നത്. നല്ല നല്ല ക്വാളിറ്റിയുള്ള ബീഫും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നോക്കിയൊക്കെ അറിയാം, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബീഫ് ഈ എന്താണ് നല്ല മസാലയും അതുപോലെ സവോളയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ എന്താണ് മുളകും കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചതച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് എന്താണ് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, കറിവേപ്പില, തേങ്ങക്കൊത്ത്. അപ്പോൾ ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം എല്ലാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ബീഫിനകത്തോട്ട് ഇതെല്ലാം ഇട്ട് നല്ലപോലെ കൈകൊണ്ട് വെച്ച് കുഴച്ച് എന്ത് ചെയ്യണം, ഒരു 10-15 മിനിറ്റ് വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് എന്ത് ചെയ്യണം, നല്ല മുളകും അതേപോലെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും നല്ല 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 എന്താണ് ഒന്നീ ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് 1-2 അടി അടിച്ച് എന്ത് ചെയ്യുക, എടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കണ്ടില്ലേ, അതൊക്കെ വീണോട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്നത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ അളവ് നമ്മുടെ ബീഫ് ഇപ്പോൾ 1.5 കിലോ ഉണ്ട്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് കിട്ടണം. ഫസ്റ്റ് ഇതൊന്ന് എന്ത് ചെയ്യുക, ആദ്യം തന്നെ അങ്ങോട്ട് കുഴയ്ക്കുക. ചെറുതായിട്ടൊന്നും എല്ലായിടത്തും ആയാൽ മതി. then അടുത്തായിട്ട് നമ്മൾ അതിനകത്തോട്ട് ഒരു 2 സവോള ഞാൻ വെച്ചിട്ട് നീളത്തിൽ തന്നെ അരിഞ്ഞാണ് ഇങ്ങനെ ഉടച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. 2 സവോള മതി. 2 സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവോള നല്ലവണ്ണം എന്ത് ചെയ്യുക, ഒന്ന് ഉടയ്ക്കുക. then അതിനകത്തോട്ട് എന്ത് ചെയ്യുക, അടുത്തതായിട്ട് നമ്മൾ കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ചെറിയ തക്കാളി അത് ഇട്ട് കൊടുത്തേക്കണം. പിന്നെ അതിനകത്തോട്ട് എന്താണ് നമ്മൾ ഇഷ്ടംപോലെ തേങ്ങക്കൊത്ത് ഇടിച്ചിട്ടുണ്ട്. ഈ ബീഫിൻ്റെ ആ ഗ്രേവി കിടന്ന തേങ്ങക്കൊത്ത് എന്നിട്ട് നല്ല സെറ്റാവും. അപ്പോൾ ആ സാധനം കടിച്ച് തിന്നാൻ വേണ്ടി എന്താണ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടംപോലെ തേങ്ങക്കൊത്ത് ഇട്ടോ, എന്തായാലും ആ സംഭവം മുതലാവും. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ഒരു 3 തണ്ട് കറിവേപ്പില നല്ലപോലെ അങ്ങോട്ട് എന്ത് ചെയ്യുക, അത് ഇട്ട് കൊടുത്തേക്കാം. ഈ തണ്ടൊന്നും കളയണ്ട, തണ്ടൊക്കെ അങ്ങോട്ട് ഇട്ടോ, അതൊക്കെ ടേസ്റ്റാണ്. അതേപോലെ തന്നെ എന്താണ് കുറച്ച് സ്പൈസസ് അതിനകത്ത് കുറച്ച് 2 ഏലക്കായ എടുത്തിട്ടുണ്ട്, ചെറിയ കറുവപ്പട്ടയും അതുപോലെ പെരിഞ്ചീരകവും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി എന്ത് ചെയ്യുക, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം അതിലേക്ക് അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നാരങ്ങയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. ഇപ്പം നാരങ്ങ ഇല്ലെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ചാലും മതി. നമുക്ക് ചെറിയൊരു പുളിപ്പും കാര്യങ്ങളൊക്കെ ആ ബീഫിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫുള്ള് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. കുരുവൊക്കെ കുത്തിക്കളഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, ഒഴിച്ചാൽ മതി. കുരിപ്പോൾ വീണ് വെച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ലപോലെ ഒരു നാരങ്ങ അടുത്തായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പ് അത്യാവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ കുഴച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. അതേപോലെ ഇവിടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്, അതുകൊണ്ട് നാടനാണ്, കുറച്ചിട്ട് കൊടുത്താൽ മതി. വലിയ കൂടുതലായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ നമ്മുടെ ഗരം മസാല, സ്പൈസസ് എല്ലാം പൊടിച്ച് ഗരം മസാലയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക.
ഒരു വലിയ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് എന്താണ്, നല്ല സ്പൈസി ആവാൻ വേണ്ടിയിട്ട്, നല്ല കളറും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ അല്ലെങ്കിൽ 2-2.5 മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ കൂടെ ഒഴിക്കുക കുറച്ച്. നമ്മളടുത്തായിട്ട് എന്താണ്, കുരുമുളക് പൊടി ചേർക്കുകയാണ്. നമ്മൾ വീട്ടിൽ പൊടിച്ച കുരുമുളക്, അതും അത്യാവശ്യം ഒരു 3 ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി, എല്ലാം ഇട്ടേക്കുന്നതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. കുറച്ച് ചതച്ച മുളക്, മറ്റേ കൊല്ലമുളകില്ലേ, വലിയ മുളക്, ഉണക്കമുളക് എന്നൊക്കെ പറയും, അത് ചതച്ചതാണ്, അതും കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി കൈ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലായിടത്തോട്ടും. അപ്പോൾ ആ ബീഫിലോട്ടൊക്കെ അങ്ങോട്ട് സംഭവങ്ങളെല്ലാം പിടിച്ച് വരട്ടെ. അപ്പം ഇത്രയും ബീഫ് ഉള്ളതുകൊണ്ടാണ് എല്ലാം നമ്മൾ കൂട്ടിയെടുത്തേക്കണത്. മതിയായിട്ടില്ല നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് കുറച്ച് ചിലപ്പോൾ ഇട്ട് കൊടുക്കേണ്ടി വരും, കാരണം ഇത്രയും ഉള്ളത് കൊണ്ട് ഉപ്പ് നമ്മൾ ചേർക്കണം. കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. സ്പൂണൊന്ന് വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അങ്ങോട്ട് ഏക്കില്ല. അപ്പോൾ നമ്മുടെ ബീഫ് അതിൻ്റെ മസാല എല്ലാം പുരട്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പരിപാടികൾ എന്താണെന്ന് നോക്കാം. സോ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മതി, ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളടുത്ത് എന്ത് ചെയ്യും, ആ ബീഫ് ഈ പറയുന്ന കുക്കറിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബീഫിന് കട്ടിയുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം വേവും കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ഇതിപ്പോൾ ഒരു 10-12 വിസിൽ അടിക്കേണ്ടി വരും, എന്നാൽ മാത്രമാണ് നല്ല കറക്റ്റ് വേവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. കുക്കറിലൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഫുള്ള് ഇട്ട് കൊടുക്കുക. നല്ല പോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളറൊക്കെ കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, കളർ പൗഡർ അല്ല, കാശ്മീരി ചില്ലി. അപ്പോൾ എരിവിൽ അധികം എന്ത് ചെയ്യില്ല, ബീഫിലോട്ട് കിട്ടില്ല. കറക്റ്റ് കളറും കാര്യങ്ങളും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ബീഫിലോട്ട് പിടിക്കുള്ളൂ. ഉണ്ടാവും ചെറിയ ഉള്ളിയൊക്കെ നല്ല കിടലൻ ടേസ്റ്റ് ആയിരിക്കും, നല്ല വെന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫുള്ള് ഇട്ട് കൊടുത്തേക്കണം. ഇതിൻ്റെ അടിയിൽ നമ്മൾ നേരത്തെ എന്താണ് പറയുക, പച്ചമുളകും ഉള്ളിയൊക്കെ ചായച്ചതിൻ്റെ വെള്ളം ഉണ്ടാവും, അതുകൂടെ എന്ത് ചെയ്തേക്കുക, ഒഴിച്ചു കൊടുത്തേക്കുക. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം നല്ലത്. കാരണം ഇതിപ്പോൾ വെള്ളം പോയാലും എന്താണ് പറയുക, വെള്ളം കളയാനായിട്ടൊന്നും ഉണ്ടാവില്ല. വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാവുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലപോലെ അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോവുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, കുക്കർ നൈസായിട്ട് അടച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ വീറ്റും കൊണ്ട് ഇട്ട് കൊടുത്തേക്കാം. അപ്പോൾ സെറ്റായി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേവിക്കാൻ വയ്ക്കാം. നമ്മൾ ഗ്യാസ് കത്തിച്ചു. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഇരുന്ന് സെറ്റാകട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, തുറന്ന് നോക്കാൻ പോവാണ്. ഉണ്ടോ, അതിൻ്റെ ബീഫിലത്തെ വെള്ളവും നമ്മളൊഴിച്ച വെള്ളവും ഒക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. വെള്ളം ഇപ്പോൾ കൂടിയാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും ഇത് വറ്റിച്ചെടുക്കാൻ പോവാണ്. ഉണ്ടോ, നല്ല കിടലിനായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം, നല്ല സോഫ്റ്റായിട്ട് വെന്തിരിക്കുന്നത്. നമ്മൾ
അപ്പോൾ നമുക്കിത് അടുത്ത് എന്തായിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് നല്ലപോലെ റോസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇങ്ങനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് എന്ത് ചെയ്യാണ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ആ ബീഫിലേക്ക് കറക്റ്റായിട്ട് കിട്ടുമോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്തോട്ട് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ അതേ നമ്മുടെ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. ഇതിനകത്തോട്ട് നമ്മുടെ ബീഫ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, ആ ബാലൻസ് പോർഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിനകത്തേക്ക് വടിച്ചിട്ടുണ്ട്. ഇതിൽ ആ തേങ്ങക്കൊത്തൊക്കെ കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിവിടെ ഇരുന്ന് നല്ലപോലെ തിളച്ച് വറ്റട്ടെ. അപ്പോൾ ആ ഗ്രേവിയും കാര്യങ്ങളെല്ലാം നമ്മുടെ ബീഫിലേക്ക് ഇങ്ങനെ പിടിച്ച് നല്ല ഇപ്പം തന്നെ വായിൽ വെള്ളം വരണം. നല്ല കിടിലൻ ടേസ്റ്റ് ആയിക്കോളും. അപ്പം നമ്മുടെ ബീഫ് ദേ പയ്യെ ഇരുന്ന് തിളച്ച് വരുന്നുണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുകയാണ് എന്താണ് അവസ്ഥ എന്നുള്ളത്. നല്ല പുകയൊക്കെ അടിച്ച് സെറ്റാവുന്നുണ്ട്. ആ വെള്ളമൊക്കെ വറ്റി, ആ വെള്ളമൊക്കെ കുറുകി കറക്റ്റ് ആ ബീഫിലോട്ടൊക്കെ ഇങ്ങനെ പിടിച്ച് വരികയാണ്. നല്ല കിടിലം ബീഫ് ഇങ്ങനെ കുറുകി വരികയാണ്. തിളയ്ക്കുന്ന സൗണ്ടൊക്കെ കേട്ടാ മോനെ ഒരു രക്ഷയുണ്ടാവില്ല. ഈ ഗ്രേവിയൊക്കെ കൂട്ടി നല്ല വെള്ള ചോറിനകത്ത് ഈ ഗ്രേവിയൊക്കെ കൂട്ടി ഒരു പിടുത്തം പിടിച്ചെന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതേ നമ്മുടെ ബീഫോടെ റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ ഒരു രക്ഷയില്ല. അപ്പം നമുക്കിനി എന്ത് ചെയ്യാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. നൈസായിട്ടൊരു താങ്ങാണല്ലേ. എങ്ങനെയുണ്ടെന്ന് പറയും. പോരാ, ഇപ്പം പറയും. ആ ബീഫ് എടുത്ത് കഴിക്ക്, നല്ല ചൂടുണ്ടാവും. ഞാൻ പിന്നെ കഴിച്ചോളാം. നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആരും കാണാതെ വാഴൊക്കെ അടിച്ചിട്ടിട്ട് വന്നതാണ്, പക്ഷെ എന്നെ പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുക, ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ആദ്യം സത്യം പറയാൻ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. ആ സാധനം എല്ലാം കൂടി ഇങ്ങനെ ഇട്ട് പുരട്ടിയെടുത്തപ്പം ഇതെന്താവും വിചാരിച്ചിട്ട്. പക്ഷേ നമ്മൾ കുക്കറിൽ നിന്ന് എടുത്തപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. അത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുത്തു. അപ്പം ഇപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എന്നിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടേ സൂപ്പറായിട്ടുണ്ട്. എനിക്കിത് ബീഫിനെക്കാളും ഇഷ്ടപ്പെട്ടിരുന്ന തരുന്ന തേങ്ങാക്കൊത്താ. ആ ഗ്രേവി ഉണ്ടല്ലോ, ഭയങ്കര ഒരു ഫ്ലേവറാണ്. നമുക്ക് പൊറോട്ടയുടെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും. നമുക്ക് പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിച്ചു നോക്കാം. സൂപ്പറായിരിക്കും. പൊറോട്ടയുടെ കൂടെ ഒന്നും എന്തിനു വേണമെങ്കിലും കഴിക്കാം. പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ ബീഫ് നല്ല കോമ്പിനേഷൻ അല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ പൊറോട്ട ഉണ്ടായിരുന്നു നമുക്ക് കഴിക്കായിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറക്കിയിട്ട് പറഞ്ഞാൽ മതി. മതി. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസിയാണ്, വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.